ഇപ്പോൾ ബിജെപി നേതാവ് സന്ദീപ് വാചസ്പതി നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധിക്കാനും ഈ തരത്തിലുള്ള നിലപാടുകൾ എടുക്കാനും സ്വാഭാവികമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു അവകാശമുണ്ടല്ലോ. ഇത് നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. വലിയ തരത്തിൽ രാജ്യദ്രോഹമാണ് ചെയ്യുന്നത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിനൊക്കെയാണ് സംഘപരിവാർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നടത്തുന്നത്. അതൊരു ശരിയായ പ്രവണതയാണോ? അത് ശരി. അപ്പൊ സംഘപരിവാർ നടത്തുന്ന പ്രചരണത്തിനാണ് താങ്കൾക്ക് കുഴപ്പം, അല്ലാതെ ഈ പ്രചരണത്തിൽ താങ്കൾക്ക് കുഴപ്പമില്ല. തുടക്കം തന്നെ ലക്ഷണക്കേടാ അല്ലേ? അല്ല, ഇതൊരു രാജ്യദ്രോഹം അല്ല. താങ്കളുടെ നിലപാട് എന്തായാലും ആദ്യ വാചകത്തിൽ കൂടി പുറത്തു വന്നത് വളരെ നന്നായി. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അതായത് രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ എന്ന് താങ്കൾക്ക് അറിയാമോ? 1947 ബ്രിട്ടൻ ഈ ഭാരതം ഉപേക്ഷിച്ചു പോകുമ്പോൾ നാമാവശേഷമാക്കിയ ഒരു രാഷ്ട്രത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു കമ്പനിയാണ് ടാറ്റ. അപ്പോ ഈ രാഷ്ട്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി സഹായിച്ച ഒരു കമ്പനിക്കെതിരെ നിലപാടെടുക്കുന്നത് രാജ്യദ്രോഹമല്ല. അത് രാജ്യദ്രോഹമാണ് എന്ന് വിളിച്ചു പറയുന്ന സംഘപരിവാർ പ്രവർത്തകർക്കാണ് കുഴപ്പമല്ലേ? ഒരു വിദ്യാർത്ഥി സംഘടനയും അവിടെയുള്ള വിദ്യാർത്ഥികളെയും താറടിക്കുന്നത് ശരിയാണോ എന്നാണ് മറ്റൊരു ചോദ്യം. അല്ല, അതാ ഞാൻ ചോദിക്കാം. അതിനകത്ത് അവരെ രാജ്യദ്രോഹികളായി ആരും മുദ്ര കുത്തിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി ആരെയും അങ്ങനെ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽ. സോഷ്യൽ മീഡിയയിൽ വരുന്നവരെല്ലാം ബി ജെ പിക്കാരാ നിങ്ങളുടെ താരാ പറഞ്ഞേ? കൊല തെളിവുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത്.